കേക്കച്ചനെ INL നേതാക്കൾ വലിച്ചു കീറുന്നു. നമുക്കറിയാം, ഇപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ മാത്രമല്ല സകലരും ഈ കേക്കച്ചനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ പിടിപ്പുകേടുകൊണ്ട് മാത്രമാണ് SNDP ഇപ്പോൾ ഇടതുപക്ഷത്തോട് കൂടുതൽ അടുക്കുന്നു. അതുപോലെ തന്നെ NSSും ഇടതുപക്ഷത്തേക്ക് കൂടുതൽ അടുക്കുകയാണ്. ഈ കേക്കച്ചനെ നിങ്ങൾക്കറിയാം, NSS ആസ്ഥാനത്ത് പോലും ഇയാളെ കയറ്റില്ല. സ്വന്തം പാർട്ടിയിലോ സമുദായത്തിലോ പോലും ഒരു വിലയില്ലാത്ത സകലാരിലും ഉപേക്ഷിക്കപ്പെട്ട ഈ കേക്കച്ചനെ INL നേതാക്കൾ വലിച്ചു കീറുന്നത് കാണുക. ഞങ്ങൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയും അതുപോലെ തന്നെ ചില പ്രതികരണവും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. അതിന് പ്രധാന കാരണം ഏതെങ്കിലും വിഷയത്തിൽ വസ്തുനിഷ്ഠമായോ അല്ലെങ്കിൽ ക്രിയാത്മകമായോ അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചതായി നമുക്കറിയില്ല. ഒന്ന്, അദ്ദേഹത്തിന് രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ല. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിട്ട് എന്താ വേണ്ടത്? ഒരു കോൺഗ്രസിൻ്റെ തന്നെ രാഷ്ട്രീയ ചരിത്രമോ അല്ലെങ്കിൽ വർത്തമാനകാല അവസ്ഥയോ അദ്ദേഹത്തിന് യാതൊരു വിവരവുമില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസ്സിൽ ഒറ്റപ്പെട്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ മുഖ്യ റോൾ എന്താണിപ്പോൾ? ഒരു സ്ത്രീ പീഡന കേസിൽപ്പെട്ട ഒരു യുവാവിനെ നേരെ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോയി. പക്ഷേ അതിൽ അദ്ദേഹം 100% പരാജയപ്പെട്ടു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തി, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് സഹപ്രവർത്തകർ അതിനോട് സഹകരിക്കുകയും ചെയ്തു. അങ്ങനെ നൈരാശ്യം ബാധിച്ച് നിൽക്കുന്ന VD സതീശന് ഒരവസരം കിട്ടുമ്പോൾ INLനെ കടിച്ചു കയറാൻ വേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ വിവരക്കേടായി മാത്രമേ കാണുന്നുള്ളൂ. ഞങ്ങൾ അതിനെ അവറ്റോടുകൂടി തള്ളുകയാണ്. കാരണം INL എന്താണ് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 32 വർഷമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25 വർഷം ഞങ്ങളൊരു മുന്നണിയിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും ഞങ്ങൾ എന്ത് ചെയ്ത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര ചേരിയായ ഇടത് ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ നിരുപാധിക പിന്തുണ കൊടുത്തു. അവിടെ തന്നെ മനസ്സിലാക്കാം ഈ പാർട്ടിൻ്റെ ആദർശനിഷ്ഠമായ നിലപാട് എന്താണെന്നുള്ളത്. അൺകണ്ടീഷണൽ സപ്പോർട്ട് ഞങ്ങളെ വന്യനായ നേതാവ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്നും പറയുന്നതായിരുന്നു. അതിന് കാരണം അന്ന് ബാബരി മസ്ജിദ് തകർച്ചയുടെ സമയത്ത് എല്ലാ ദുരന്തങ്ങൾക്കും ഉത്തരവാദി കോൺഗ്രസ്സാണ്. അതിനു മുമ്പ് ഇന്ത്യയിൽ നടന്ന എല്ലാ വർഗീയ കലാപങ്ങൾക്കും ഉത്തരവാദി കോൺഗ്രസ്സാണ്. എല്ലാ വർഷവും തന്നെ ഒരാഘോഷം പോലെ UPയിലും അതുപോലെ തന്നെ ബീഹാറിലും ബംഗാളിലും ആസാമിലൊക്കെ തന്നെ കലാപം ഉണ്ടായി. ആരായിരുന്നു അതിൻ്റെ പിന്നിൽ? അതിൻ്റെ കോൺഗ്രസ്സുകാരാണ് അതിൻ്റെ പിന്നിൽ. ഈ VD സതീശൻ്റെ ആൾക്കാരാ, യാതൊരു സംശയവുമില്ല. INL എന്ന് പൊടുന്നതിനെ എന്നാൽ ഞങ്ങളുടെ നിലപാടിനുള്ള ഉറച്ച നിലപാട് സതീശനെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ്സുകാരുടെയും മുസ്ലിം ലീഗിൻ്റെയും തത്വാധിഷ്ഠിതമല്ലാത്ത അല്ലെങ്കിൽ വളരെ എന്താണ് പറയേണ്ടത് അടിസ്ഥാനമില്ലാത്ത നിലപാടിനെ ഞങ്ങൾ എന്നും ശക്തമായി എതിർക്കുന്നുണ്ട്. അത് പാർട്ടിയുടെ നിലപാടാണ്. ആ പാർട്ടിയുടെ നിലപാട് അതേസമയം അവർ കൂടെ നടക്കുന്ന ഒക്കത്ത് വെച്ച് നടക്കുന്ന കുറച്ച് പാർട്ടികളുണ്ടല്ലോ, അവരുടെയൊക്കെ നിലപാടെന്താ ഒന്ന് ചോദിച്ചു നോക്കിയേ. ആരാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ അജണ്ട നിർണ്ണയിക്കുന്നത്? ആരാണ് മുസ്ലിം ലീഗിൻ്റെ അജണ്ട നിർണ്ണയിക്കുന്നത്? ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇവർ ഒക്കത്ത് വെച്ച് നടക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, അതിൻ്റെ ജീർണാവസ്ഥ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത ദുരന്താവസ്ഥ ഉണ്ടായിരിക്കുക. നേതാക്കന്മാരെല്ലാം തന്നെ കള്ളന്മാർ, അനുയായികൾ മുഴുവൻ തന്നെ കഞ്ചാവ് കേസിൽ, യുവാക്കൾ മുഴുവൻ തന്നെ ജയിലിൽ, അവർ ഭരിക്കുന്ന പഞ്ചായത്ത് മുഴുവൻ തന്നെ അഴിമതി. ഒരാളും ഒരു മാനിനെ കാണിച്ചു കൊണ്ട് കിട്ടാൻ പറ്റില്ല. ആ കോൺഗ്രസ് ആ മുസ്ലിം ലീഗിനെ ഒക്കത്ത് പേറി നടക്കുന്ന സമയത്താണ് വളരെ മാന്യമായി ഇടതുപക്ഷത്തിൻ്റെ ഒരു ഘടകകക്ഷി എന്ന നിലക്ക് പ്രവർത്തിക്കുന്ന INL നേരെ തിരിഞ്ഞിരിക്കുന്നത്.